All rectangles below have sides parallel to the axis. Find the coordinate of the remaining vertices of each. ചുവടെയുള്ള ചതുരങ്ങളുടെ എല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓരോ ചതുരത്തിന്റെയും മറ്റു രണ്ട് മൂലകളുടെ സൂചകസംഖ്യകൾ കണ്ടുപിടിക്കുക. ഇവിടെ ഓരോ സൈഡും അക്ഷങ്ങൾക്ക് സമാന്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിലങ്ങനെയുള്ള വരകളൊക്കെ എക്സ് ആക്സിസിന് സമാന്തരവും കുത്തനെയുള്ള വരകൾ വൈ ആക്സിസിന് സമാന്തരമാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു വിലങ്ങനെ പോകുന്ന വരികളിലെ എല്ലാ വൈകളും സെയിം ആയിരിക്കും. വിലങ്ങനെ പോകുന്ന എല്ലാ വരികളിലെയും വൈകൾ സെയിം ആയിരിക്കും. അതായത് ഇങ്ങനെ പോകുന്ന ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റിന്റെയും വൈ സൂചകസംഖ്യ സെയിം ആയിരിക്കും. കുത്തനെ പോകുന്ന വരികളിലെ എല്ലാ എക്സുകളും സെയിം ആയിരിക്കും. ഇത് നമ്മൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ നമുക്കിനി ഇവിടെ കാണുന്ന ബാക്കി മൂലകളാണ് നമുക്ക് കണ്ടത്. അപ്പൊ ഇവിടുത്തെ ഈ പോയിന്റ് താഴെയുള്ള ഇവിടുത്തെ പോയിന്റ് ഞാൻ എഴുതാൻ പോവാണ്. ഇവിടുന്ന് നേരെ കുത്തനെയുള്ള വരയിലാണ് നമ്മൾ എക്സ് നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ എക്സ് എത്രയാ? 2. ഇനി വൈ നോക്കുന്നതായി ഇങ്ങനെ. അപ്പൊ ഇവിടുത്തെ വൈ എത്രയാ? 3. അപ്പൊ ഇവിടെ എന്ത് വരും? 3. ഇനി ഇവിടെ എഴുതുമ്പോ ഇവിടുത്തെ എക്സ് നേരെ കുത്തനെ എങ്ങനെ നോക്കുക? -2. വൈ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക 4. അപ്പൊ ആ പോയിന്റുകൾ കിട്ടി. 2, 3, -2, 4. ഇനി ഇപ്പുറത്ത് ഇവിടെ എഴുതുമ്പോ എക്സ് നോക്കുന്നത് കുത്തനെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നോക്കുക. അവിടുത്തെ എക്സ് എത്രയാ? -1. അപ്പൊ ഇവിടെയും -1. വൈ നോക്കുന്നത് ഇങ്ങനെ. ഇവിടെ എത്രയാ? -4. അപ്പൊ ഇവിടെയും -4. ഇനി ഇവിടുത്തെ എക്സ് ഇതാ ഇങ്ങനെ നോക്കുക. ഇവിടെ 2. അപ്പൊ ഇവിടെയും 2. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ -2. അപ്പൊ ഇവിടെയും -2. 2 - 2 -1 -4. ഇനി മൂന്നാമത്തെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ -1 എക്സ് -1 അപ്പൊ -1. വൈ ഇങ്ങനെ നോക്കുക 6. അപ്പൊ ഇവിടെ 6. എക്സ് നേരെ നോക്കുക. ഇവിടുത്തെ എക്സ് തന്നെയാണ് വിലങ്ങനെ കുത്തനെയുള്ള വരെയാണ്. അപ്പൊ എക്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 2. വൈ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുക. ഇവിടെ 3. അപ്പൊ ഇവിടെയും 3. 2, 3 -1 6. ഓക്കെ.